മൂലമറ്റം വൈദ്യുതി നിലയം ഒരു മാസത്തേക്ക് അടയ്ക്കും. നവംബർ 11 മുതൽ ഡിസംബർ 10 വരെയാണ് പവർ ഹൗസ് അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുക. ഇതോടുകൂടി 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് പ്രതിദിനമുണ്ടാകും. കനത്ത മഴയെ തുടർന്നാണ് ജൂലൈ മാസത്തിൽ അടയ്ക്കുവാനിരുന്ന പവർ ഹൗസ് നവംബറിലേക്ക് മാറ്റിയത്. രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കേന്ദ്രമായ മൂലമറ്റം വൈദ്യുതി നിലയം ഒരു മാസത്തേക്ക് അടയ്ക്കും. നവംബർ 11 മുതൽ ഡിസംബർ 10 വരെയാണ് പവർ ഹൗസ് സമ്പൂർണ്ണ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. ഇതോടുകൂടി 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് പ്രതിദിനം ഉണ്ടാകും. പവർ ഹൗസ് ജൂലൈ മാസത്തിൽ അടയ്ക്കുവാനിരുന്നതാണ്. എന്നാൽ കനത്ത മഴയെ തുടർന്നാണ് നവംബറിലേക്ക് മാറ്റിയത്. പെൻസ്റ്റോക്കുകളുടെ പൈപ്പുകളിലെ വാൽവുകളുടെ സീലുകൾ മാറുക എന്നതാണ് പ്രധാന ജോലികൾ. കൂടാതെ ജനറേറ്ററുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തും. വൈദ്യുതി നിലയം പൂർണ്ണമായും അടച്ചിടുന്നതോടുകൂടി വലിയ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് KSEB നൽകുന്ന സൂചന. പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ കേന്ദ്ര പൂളിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കും. എന്നാൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നാൽ ചെറുതോണിയിലെ ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് വിടുകയാണ് ഏക മാർഗം. ഇടുക്കി അണക്കെട്ടിൽ ഇന്നത്തെ ജലനിരപ്പ് 2385.74 അടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ 17.26 അടി ജലമാണ് ഇടുക്കി അണക്കെട്ടിൽ സംഭരിക്കുവാൻ കഴിയുക. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.